നമസ്കാരം. ബ്രെയിൻ ബയോളജിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് HSC നാച്ചുറൽ സയൻസിന്റെ ഫൈലം പ്ലാറ്റിഹെൽമിന്തസ് ആനിമൽ ഡൈവേഴ്സിറ്റിയിൽ വരുന്ന പോർഷനാണിത്. അപ്പൊ നമുക്ക് തുടങ്ങിയേക്കാം. പ്ലാറ്റിഹെൽമിന്തസ് എന്ന ഫൈലത്തില് ഏകദേശം 13,000-ഓളം സ്പീഷീസുകൾ ഉൾപ്പെടുന്നുണ്ട്. ഈ ജീവികൾക്ക് ഫ്ലാറ്റ് വേമുകൾ അഥവാ പരന്ന വിരകൾ എന്നും പേരുണ്ട്. പ്ലാറ്റിഹെൽമിന്തസ് എന്നാണ് പേര് അല്ലെ. ഹെൽമിന്ത് എന്ന് പറഞ്ഞു വേം എന്നാണ് അർത്ഥം. പ്ലാറ്റി മീൻസ് ഫ്ലാറ്റ്. അങ്ങനെ പ്ലാറ്റിഹെൽമിന്തസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് വേംസ്, അതായത് പരന്ന വിരകൾ എന്നാണ് അർത്ഥം. ഇവ അസീലോമേറ്റുകളാണ്. അസീലോമേറ്റ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ഒക്കെ ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇതുവരെ നമ്മൾ അനിമൽ ഡൈവേഴ്സിറ്റിയുടെ ക്ലാസ്സുകളിൽ പഠിച്ചു തുടങ്ങിയപ്പോൾ ക്ലാസിഫിക്കേഷന്റെ ബേസിസ് പഠിച്ചപ്പോൾ ഈ ടേംസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ഇനി അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു. ആവശ്യമുള്ളവർ ആ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, ഇവ അസീലോമേറ്റുകളാണ്, അതായത് ബോഡി ക്യാവിറ്റി ശരീരത്തിൽ കാണപ്പെടുന്നില്ല. ഇവയിൽ സ്വതന്ത്രമായി ജീവിക്കുന്നതും പരാന്നഭോജികളുമായ നിരവധി ജീവജാലങ്ങൾ ഉൾപ്പെടുന്നു. അതായത് ഫ്രീ ലിവിംഗ് ആയിട്ടുള്ള ഓർഗാനിസംസും ഉണ്ട്, പാരസൈറ്റുകളായിട്ടുള്ള ഓർഗാനിസംസും കാണപ്പെടുന്നു. ഈ ഫൈലത്തിലെ അംഗങ്ങൾ ഏകകോശ ജീവി മുതൽ ഏകദേശം 2-3 അടി നീളം വരെ വലുപ്പമുള്ളവയും കാണപ്പെടുന്നുണ്ട്. അതായത് വളരെ ചെറിയ ഓർഗാനിസം തൊട്ട് വളരെ ലോങ് ആയിട്ടുള്ള വലുപ്പമുള്ള ജീവികൾ വരെ ഇതിൽ കാണപ്പെടുന്നുണ്ട്. പ്ലാറ്റിഹെൽമിന്തസിന്റെ തനതായ സവിശേഷതകൾ നമുക്ക് നോക്കാം. ഇവ ട്രിപ്ലോബ്ലാസ്റ്റിക് അസീലോമേറ്റ് ദ്വിമുഖ സമമിതി ജീവികളാണ്. ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അവയുടെ ഭ്രൂണപാളികൾ 3 എണ്ണമാണ്. ഏതൊക്കെയാണ്? എക്ടോഡം, എൻഡോഡം, മീസോഡം. അസീലോമേറ്റ് ഓൾറെഡി അറിയാം, ശരീരത്തിലെ ബോഡി ക്യാവിറ്റി ഇല്ല. ദ്വിമുഖ സമമിതി എന്ന് പറഞ്ഞാൽ ബൈലാറ്ററൽ സിമെട്രിക്കൽ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ബോഡിയെ 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് അല്ലെ, ലാറ്ററൽ ഹാഫ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവ സ്വതന്ത്രമായി ജീവിക്കുന്നവയോ പരാതങ്ങളോ ആകാം, ഫ്രീ ലിവിങ്ങോ പാരസൈറ്റുകളോ ആകാം. ശരീരത്തിന് സീലിയ ഉള്ളതോ ഇല്ലാത്തതോ ആയ മൃദുവായ ഒരു ആവരണം ഉണ്ട്, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കവറിങ് ബോഡിയിൽ കാണാനായിട്ട് സാധിക്കും. ഇവയുടെ ശരീരം ഭാഗങ്ങളൊന്നുമില്ലാതെ പിൻഭാഗം പരന്നതും ഇല പോലെ കാണപ്പെടുന്നതാണ്. അതായത് ഇവിടെ ശരീരത്തിന് നമുക്കിപ്പോ ചില ജീവികളെ കാണുമ്പോൾ അതിന്റെ തല, ഉടല്, വാല് എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവരുടെ ശരീരത്തിൽ നമുക്ക് അങ്ങനെ തലയും വാലും ഒന്നും വേർതിരിച്ചറിയാനായിട്ട് സാധിക്കത്തില്ല. അതാണ് ശരീരം ഭാഗങ്ങളൊന്നും ഇല്ലാത്തതെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവയുടെ ഷേപ്പ് പരന്നതാണ്, ഏകദേശം ഇലയൊക്കെ പോലെ പരന്ന ഒരു ഷേപ്പിലാണ് കാണപ്പെടുക. ഇവയ്ക്ക് മലദ്വാരവും രക്തചംക്രമണ വ്യൂഹവും ഇല്ല, സർക്കുലേറ്ററി സിസ്റ്റവും ഇല്ല, ഒരു ഏനസും ഒന്നും കാണുന്നില്ല. പക്ഷേ ഒരു വായുണ്ട്, മൗത്ത് പ്രസന്റ് ആണ്. ശരീര ഉപരിതലത്തിലൂടെയുള്ള ലളിതമായ വ്യാപനത്തിലൂടെയാണ് അവ ശ്വസിക്കുന്നത്. ബോഡി സർഫസിൽ കൂടി സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് അവയുടെ റെസ്പിറേഷൻ നടക്കുന്നത്. അതായത് ശ്വസനം നടക്കുന്നത് എങ്ങനെയാണ്? ശരീരത്തിന്റെ സർഫസിൽ കൂടി, ബോഡിയുടെ ഉപരിതലത്തിൽ കൂടി തന്നെ സിമ്പിൾ ഡിഫ്യൂഷൻ എന്നുള്ള പ്രോസസ് വഴിയാണ് നടക്കുന്നത്. ഇവയ്ക്ക് ഒരു അവയവ തലത്തിലുള്ള സംഘടനയാണുള്ളത്. ബോഡി ഓർഗനൈസേഷൻ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഇവയ്ക്ക് ദഹന വ്യവസ്ഥ ഇല്ല. ശരീരഭിത്തിക്കും അവയവങ്ങൾക്കും ഇടയിലുള്ള സ്ഥലം ബന്ധിത ടിഷ്യൂ പാരൻഡൈമ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇത് ഭക്ഷണ വസ്തുക്കൾ കൊണ്ടുപോകാനായി സഹായിക്കുന്നു. അതായത് ഇവയ്ക്ക് അവയവങ്ങളുണ്ട്, പക്ഷെ അവയവ വ്യൂഹമൊന്നും ഇല്ല, അവയവ വ്യവസ്ഥകളൊന്നുമില്ല. അതുപോലെ തന്നെ ഇവർക്ക് ബോഡി ക്യാവിറ്റി ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ബോഡി ക്യാവിറ്റി, ശരീരത്തിന്റെ ഭിത്തിക്കും അവയവങ്ങൾക്കും ഇടയിലുള്ള സ്ഥലം എങ്ങനെയാണ്? പാരൻഡൈമ ടിഷ്യൂസ് വെച്ചിട്ട് നിറഞ്ഞിരിക്കുകയാണുള്ളത്. അതുകൊണ്ട് തന്നെ ബോഡി ക്യാവിറ്റി കാണപ്പെടുന്നില്ല. പക്ഷെ ഇങ്ങനെ ഈ ടിഷ്യൂസ് തിങ്ങി തെരിങ്ങി കാണുന്നത് കൊണ്ട് ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലേക്കാണ് ഇവയുടെ പദാർത്ഥ സംവഹനം നടക്കുന്നത്. ജ്വാലാകോശങ്ങൾ അഥവാ ഫ്ലെയിം സെൽസ്, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പ്ലാറ്റിഹെൽമിന്തസിന്റെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഐഡന്റിഫൈയിങ് ക്യാരക്ടർ ആണ് എന്ത്? ഫ്ലെയിം സെൽസിന്റെ പ്രസൻസ്. ജ്വാലാകോശങ്ങൾ അഥവാ ഫ്ലെയിം സെൽസ് എന്നുള്ള വിസർജനത്തിനും ഓസ്മോ റെഗുലേഷനും ഹെൽപ്പ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് കാണപ്പെടുന്നുണ്ട്. ജ്വാലാകോശങ്ങൾ, ഫ്ലെയിം സെൽസ് വിസർജനത്തിനും ഓസ്മോ റെഗുലേഷനും സഹായിക്കുന്നു. നാഡീവ്യവസ്ഥയിൽ, കമ്മിങ് ടു ദി നെർവസ് സിസ്റ്റം, തലച്ചോറും ഒരു ഗോവണി പോലുള്ള രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന 2 രേഖാംശ നാഡീതന്തുക്കളും ഉൾപ്പെടുന്നുണ്ട്. അതായത് 2 ലാറ്ററൽ നെർവ് ഫൈബേഴ്സ് കാണപ്പെടും. അത് ഒരു ഗോവണിയുടെ ഷേപ്പിലാണ് കാണപ്പെടുന്നത്. അതായത് തലച്ചോറ് എന്ന് പറയാനായിട്ട് ബ്രെയിൻ ലൈക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്.
അതിൽ നിന്ന് റൈസ് ചെയ്യുന്ന ശരീരത്തിന്റെ രണ്ട് സൈഡിൽ കൂടി റൈസ് ചെയ്യുന്ന ഒരു രണ്ട് നെർവ് ഫൈബേഴ്സ് പോകുന്നുണ്ട്. എന്നിട്ട് ആ രണ്ട് ലാറ്ററൽ നെർവ് ഫൈബേഴ്സുകളും തമ്മിൽ ക്രോസ് ആയിട്ട് ട്രാൻസ്വേഴ്സ് നെർവ്സ് വെച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതിനൊരു ഗോവണിയുടെ ഒരു ലാഡറിന്റെ ഷേപ്പ് വരും. ഓക്കെ, അതും പ്ലാറ്റിഹെൽമിൻസിന്റെ ഒരു പ്രത്യേകതയാണ്. അവ ഹെർമാഫ്രോഡൈറ്റുകളാണ്. അതായത് പുരുഷന്റെയും സ്ത്രീയുടെയും അവയവങ്ങൾ ഒരേ ശരീരത്തിൽ തന്നെ കാണപ്പെടുന്നതിനെയാണ് എന്ത് പറയുക, ഹെർമാഫ്രോഡൈറ്റുകൾ എന്ന് പറയുന്നത്. ബീജകോശങ്ങളുടെ സംയോജനത്തിലൂടെ ലൈംഗികമായും വിഭജനത്തിലൂടെയും പുനരുൽപാദനത്തിലൂടെയും അലൈംഗികമായും അവ പ്രത്യുൽപാദനം നടത്തുന്നു. അവയ്ക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആസ് യൂഷ്വൽ ഗമേറ്റുകളുടെ ഫ്യൂഷൻ വഴിയാണ് നടക്കുക. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫിഷൻ വഴി, വിഭജനം എന്ന് പറഞ്ഞാൽ ഫിഷൻ വഴിയും അതുപോലെ തന്നെ പുനരുൽപാദനം എന്ന് പറഞ്ഞാൽ എന്താ, റീജനറേഷൻ വഴിയുമാണ് പ്രത്യുൽപാദനം നടക്കുക. ബീജസങ്കലനം ആന്തരികമാണ്, അതായത് ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്. ഒന്നോ അതിലധികമോ ലാർവൽ ഘട്ടങ്ങളാൽ ജീവിതചക്രം സങ്കീർണമാണ്. ഇവയുടെ ലൈഫ് സൈക്കിളിൽ ഒന്നോ അതിലധികമോ ലാർവൽ ഘട്ടങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇവയ്ക്ക് പുനരുജ്ജീവന ഗുണമുണ്ട്, അതായത് പുനരുജ്ജീവന ശേഷിയുണ്ട്. ഇവയ്ക്ക് റീജനറേഷൻ കപ്പാസിറ്റി കൂടുതലാണ് ഇവയിൽ. പ്ലാറ്റിഹെൽമിന്തസിന്റെ തനതായ സവിശേഷത, അതായത് മറ്റ് ഫൈലത്തിൽ നിന്നും പ്ലാറ്റിഹെൽമിന്തസുകളെ വേർതിരിച്ചറിയാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4 സവിശേഷതകളാണ്: 1. ജ്വാലാകോശങ്ങളുടെ സാന്നിധ്യം, 2. ഗോവണി പോലുള്ള നാഡീവ്യൂഹം, 3. ശരീര അറയിൽ പാരങ്കൈമയുടെ അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, പാരങ്കൈമയുടെ സാന്നിധ്യം, 4. സെൽഫ് ഫെർട്ടിലൈസേഷൻ അഥവാ സ്വയം ബീജസങ്കലനം. അപ്പൊ ഇവിടെ നോക്കിയേ, ഫ്ലെയിം സെല്ലിന്റെ ഒരു ഡയഗ്രം തന്നിട്ടുണ്ട്. അത് ഇതുപോലെ ഓപ്പണിംഗ് ഉണ്ട്, ബോഡി സർഫസിലേക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ ഓപ്പണിങ്സ് കാണാൻ സാധിക്കും. അതിൽ നിന്ന് കണക്ട് ചെയ്തിട്ടുള്ള ട്യൂബ്യൂൾസിൽ ഇതുപോലുള്ള ബൾജ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ബൾബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് സെല്ലുകൾ കാണാൻ സാധിക്കും. ഈ സെല്ലുകളെയാണ് ഫ്ലെയിം സെൽസ് എന്ന് പറയുന്നത്. ഈ ഫ്ലെയിം സെൽസിനുള്ളിൽ ഒരു ടഫ്റ്റ് ഓഫ് സീലിയ കാണാൻ സാധിക്കും. ഇതിന്റെ ഫ്ലിക്കറിംഗ് മൂവ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫ്ലെയിം പോലെയാണ്, ഫ്ലെയിമിന്റെ ഫ്ലിക്കറിംഗ് പോലെ, അതായത് തീനാളം ചലിക്കുന്ന പോലുള്ള ഒരു മൂവ്മെന്റ് ആണ് ഈ സീലിലേക്ക് കാണുന്നത്. അതുകൊണ്ടാണ് ഇവയെ ഫ്ലെയിം സെൽസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ ന്യൂക്ലിയസ് ഉണ്ട്, ഇവിടെ സീലിയയുടെ ഒരു ടഫ്റ്റ് ഉണ്ട്, അതിന്റെ മൂവ്മെന്റ് വഴി ഫ്ലൂയിഡിന്റെ ഫിൽട്രേഷൻ നടക്കും. അതുപോലെ തന്നെ ഇവിടെ മെംബ്രെയിൻ ഫോൾസ് ഉള്ളത് കൊണ്ട് അതിൽ കൂടിയാണ് ഫ്ലൂയിഡ് ഫിൽട്ടർ ചെയ്യുന്നത്. ഇതാണ് ഫ്ലെയിം സെല്ലിന്റെ ഒരു സ്ട്രക്ചർ. അപ്പോ ഈ ഫ്ലെയിം സെൽസിന്റെ സാന്നിധ്യവും ഗോവണി പോലുള്ള നാഡീവ്യൂഹവും ശരീരറയിലെ പാരങ്കൈമയുടെ സാന്നിധ്യവും സ്വയം ബീജസങ്കലനവുമാണ് പ്ലാറ്റിഹെൽമിന്തസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സവിശേഷതകൾ. ഇതാ ഇവിടെ പ്ലാറ്റിഹെൽമിന്തസിന്റെ നെർവസ് സിസ്റ്റം തന്നിട്ടുണ്ട്. നോക്കുക, ബ്രെയിൻ, ഐ സ്പോട്ട് തന്നിട്ടുണ്ട്. കണ്ടോ, ഈ 2 ലാറ്ററൽ നെർവ് ഫൈബേഴ്സ് ഇങ്ങനെ ബോഡിയുടെ 2 സൈഡിലും നീളത്തിൽ ഇങ്ങനെ 2 നാഡീതന്തുക്കൾ കാണപ്പെടുന്നു. എന്നിട്ട് അവയെ കണക്ട് ചെയ്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രാൻസ്വേഴ്സ് നെർവ് ഫൈബേഴ്സ് കാണപ്പെടുന്നു. അങ്ങനെ വരുമ്പോഴേക്കും ഇതിനൊരു ലാഡർ ഷേപ്പ് വരുന്നില്ലേ, ഒരു ഗോവണിയുടെ ഷേപ്പ് വരുന്നില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള നെർവസ് സിസ്റ്റമാണ് പ്ലാറ്റിഹെൽമിന്തസിന്റെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് പ്ലാറ്റിഹെൽമിന്തസുകളുടെ വർഗീകരണത്തെ കുറിച്ച് പഠിക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാറ്റിഹെൽമിന്തസ്. ഫൈലം പ്ലാറ്റിഹെൽമിന്തസിനെ 3 ക്ലാസ്സുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: ക്ലാസ് ടർബലേരിയ, ക്ലാസ് ട്രമെറ്റോഡ, ക്ലാസ് സെസ്റ്റോഡ. ക്ലാസ് ടർബലേരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രഷ് വാട്ടറിൽ കാണപ്പെടുന്ന ഫ്രീ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അതായത് ശുദ്ധജലത്തിൽ കാണപ്പെടുന്ന സ്വതന്ത്ര ജീവികളാണ് ടർബലേരിയയിൽ വരിക. ശരീരം ഡോർസോവെൻട്രലി ഫ്ലാറ്റൻഡ് ആണ്. കൊളുത്തുകളും സക്കറുകളും ഇല്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത. കൊളുത്തുകളും സക്കറുകളും ഒക്കെ ഹുക്സ് ആൻഡ് സക്കേഴ്സ് ഒക്കെ പാരസൈറ്റുകളിലാണ് കാണുക. ഇവര് ഫ്രീ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആയതുകൊണ്ട് ഇവയ്ക്ക് സക്കേഴ്സും ഹുക്സും ഒന്നും കാണപ്പെടുന്നില്ല. എക്സാമ്പിൾ ആണ് പ്ലാനേറിയം, ഓട്ടോപ്ലാനി. രണ്ടാമത്തെ ക്ലാസ് ആണ് ക്ലാസ് ട്രമെറ്റോഡ. ഇവ കൂടുതലും പരാദജീവികളാണ്. സാധാരണയായി കൊളുത്തുകളും സക്കറുകളും ഉണ്ടാകും. എക്സാമ്പിൾ ഫാസിയോള ഹെപ്പാറ്റിക്ക, ഡിപ്ലോസം. മൂന്നാമത്തെ ക്ലാസ് ക്ലാസ് സെസ്റ്റോഡയാണ്. ഇവ എക്സ്ക്ലൂസീവ്ലി പാരസൈറ്റുകളാണ്, അതായത് പരാദജീവികൾ മാത്രമാണ് ഇതിൽ കാണപ്പെടുക. ഇവയ്ക്ക് കൊളുത്തുകളും സക്കറുകളും ഉണ്ട്. ഉദാഹരണമാണ് ടീനിയ സോളിയം പോലുള്ള ടീനിയയുടെ സ്പീഷീസുകൾ, അതുപോലെ കോൺവല്യൂട്ട.
അപ്പൊ നമുക്ക് പ്ലാറ്റിഹെൽമിൻസിന്റെ 3 എക്സാമ്പിൾസ് ആണ് പഠിക്കാനുള്ളത്. സിലബസിൽ തന്നിരിക്കുന്നത് പ്ലാനേറിയ, അതുപോലെ ഫാസിയോള, ടീനിയ. പ്ലാനേറിയ ശുദ്ധജല കുളങ്ങളിലോ മന്ദഗതിയിലുള്ള അരുവികളിലോ ആണ് കാണപ്പെടുക. ഫ്രഷ് വാട്ടറിൽ കാണപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഇവയുടെ ശരീരത്തിൽ സീലിയ കാണപ്പെടും. നഷ്ടപ്പെട്ട ഭാഗം പുനരുജ്ജീവിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. അതായത് റീജനറേറ്റീവ് കപ്പാസിറ്റി ഹൈ ആണ് ഇവർക്ക്. തലയിൽ ഒരു ജോഡി കണ്ണുകളും 2 ലാറ്ററൽ ലോബുകളും ഉണ്ട്. ഫാസിയോള നോക്കിയ ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആണ് അല്ലെ. ഒരു ലീഫ് പോലത്തെ ഷേപ്പിൽ കാണുന്ന ഒരു ഓർഗനിസം ആണ് ഫാസിയോള ഹെപ്പാറ്റിക്ക എന്നറിയപ്പെടുന്ന നമ്മളുടെ ലിവർ ഫ്ലൂക്ക്. ഓക്കെ, ചെമ്മരി ആടുകളുടെയും ആടുകളുടെയും കരളിലും പിത്തരസ നാളത്തിലും ഇത് വസിക്കുന്നതിനാൽ ഇതിനെ ലിവർ ഫ്ലൂക്ക് എന്ന് വിളിക്കുന്നു. ഇത് ഒരു ഹെർമാഫ്രോഡൈറ്റ് ആണ്, പക്ഷേ ക്രോസ് ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുക. അപ്പൊ ഇവിടെ ആടുകളുടെയൊക്കെ ലിവറിൽ കാണപ്പെടുന്ന ഒരു പാരസൈറ്റ് ആണ്. അതുകൊണ്ട് ഇതിനെ ലിവർ ഫ്ലൂക്ക് എന്നാണ് വിളിക്കുക. ഇത് ഈ മൃഗങ്ങളിൽ ഒരു അസുഖത്തിന് കാരണമാകും. ഇതിന്റെ ഇൻഫെക്ഷൻ ഫാസിയോലിയാസിസ് എന്ന് പറയുന്ന അസുഖത്തിന് കാരണമാകുന്നു. അപ്പൊ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ കരള് വലുതായി ഇങ്ങനെ വീങ്ങി വരികയും വീർത്തു വരികയും പിത്തരസനാളങ്ങൾ അടയുകയും ഒക്കെ ചെയ്യും. അണുബാധ മൃഗങ്ങളുടെ പേശികളെ ദുർബലപ്പെടുത്തുകയും പേശീവേദനയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഇത് മൃഗങ്ങൾക്ക് മാരകമായി മാറാവുന്ന ഒരു അസുഖമാണ്. അടുത്തതാണ് ടീനിയ സോളിയം. ടീനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്നിയിറച്ചി ടെർപ്പോം, പിഗ് ടെർപ്പോം കൂടി അറിയപ്പെടുന്ന ഓർഗനിസമാണ് ടീനിയ സോളിയം. പന്നിയിറച്ചി കഴിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും ഇത് കാണപ്പെടുന്നുണ്ട്. ഇവ മനുഷ്യന്റെ ചെറുകുടലിലാണ് പരാതങ്ങളായി ജീവിക്കുന്നത്. അപ്പൊ ഇവയ്ക്ക് 2 ഹോസ്റ്റുകൾ ഉണ്ട് എന്ന് നമുക്ക് പറയാം. ലാർവൽ ഫോംസ് പന്നിയിൽ കാണപ്പെടും, പന്നിയുടെ മസിൽസിൽ കാണപ്പെടും, പേശികളിലാണ് കാണപ്പെടുക. പക്ഷെ അഡൾട്ട് ഫോംസ് മനുഷ്യന്റെ ചെറുകുടലിൽ, നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് ഇതിനെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതൊരു ഹെർമാഫ്രോഡൈറ്റ് ആണ്. സെൽഫ് ഫെർട്ടിലൈസേഷന് വിധേയമാകുന്ന ഓർഗനിസംസ് ആണ്. ടീനിയ സോളിയം ഉണ്ടാക്കുന്ന അസുഖത്തിന് പറയുന്ന പേരാണ് ടീനിയാസിസ് എന്ന് പറയുന്നത്. ഇതിലെ രോഗിക്ക് വയറുവേദന, വിളർച്ച, ദഹനക്കേട്, അസ്വസ്ഥത, തെറ്റായ വിശപ്പ് എന്നിവ അനുഭവപ്പെടുന്നു. ഇത് പന്നിയിറച്ചി ടെർപ്പോം എന്നറിയപ്പെടുന്നുണ്ട്. മനുഷ്യന്റെ ചെറുകുടലിൽ പരാതങ്ങളായിട്ടാണ് ജീവിക്കുക. ലാർവകൾ പന്നികളുടെ പേശികളിൽ കാണപ്പെടുന്നു. ഹെർമാഫ്രോഡൈറ്റ് ആണ്. അതുപോലെ തന്നെ സെൽഫ് ഫെർട്ടിലൈസേഷൻ, സ്വയം ബീജസങ്കലനത്തിന് വിധേയമാകുന്നു. ടീനിയ സോളിയം ടീനിയാസിസിന് കാരണമാകുന്നുണ്ട്. ഇതിൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വയറുവേദന, വിളർച്ച, ദഹനക്കേട്, അസ്വസ്ഥത, തെറ്റായ വിശപ്പ് എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ഫൈലത്തെ കുറിച്ച് നമുക്ക് പ്ലാറ്റിഹെൽമിന്തസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. HSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന മറ്റ് സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നമ്മളുടെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ ലഭ്യമാകുന്നതിന് വേണ്ടി ബ്രെയിനി ബയോളജിസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. See you in my next video. Bye.